Hi everyone, welcome back to Mathsero. It's me Vidya. So today we're going to talk about chapter 5, Immunity and Healthcare. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിന്റെ കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബില്. അപ്പൊ അതൊന്ന് പോയി നോക്കാം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ്, ഇൻബോൺ, ഓൾറെഡി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനശേഷം നമുക്ക് കിട്ടുന്നതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത്, നോൺ സ്പെസിഫിക് ആണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ ആക്ട് ചെയ്യും. അപ്പൊ എന്ത് അസുഖം ആയിക്കോട്ടെ, എന്ത് പാത്തജൻ ആയിക്കോട്ടെ, എല്ലാവരോടും ഒരേപോലെ ആക്ട് ചെയ്യുന്നതാണ്, നോൺ സ്പെസിഫിക് ആണ്. അതിന് പ്രൈമറി സെക്കൻഡറി ലെവൽ ഉണ്ട്. പ്രൈമറി ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലൈസോസൈം ഇൻ സലൈവ ആൻഡ് ടിയർ, വാക്സ് ഇൻ ദ ഇയർ, മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെമ്പറൈൻ, HCl in the stomach, cilia in the trachea, sweat and sebum, bacteria in the digestive tract, mucus and mucous membrane in the intestine. ഇതൊക്കെ നമുക്ക് പ്രൈമറിയിൽ പറയാം അല്ലെ. ഇതൊക്കെ നോൺ സ്പെസിഫിക് ആണ്. അതിൽ തന്നെ സെക്കൻഡറി വരുന്നതാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ. നമ്മൾ എപ്പോഴും പഠിക്കാൻ എളുപ്പം സ്പൈഡർമാന്റെ അങ്കിളിന്റെ പേര് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. ബെൻ എം. ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. അല്ല, നമ്മൾ ബേസോഫിൽ എന്ന് പറയുന്ന ബേസോഫിലിന്റെ പണി ഓർഡറിൽ പറയുകയാണെങ്കിൽ ഹെപ്പാരിന്റെ പ്രൊഡക്ഷൻ ആണ്. ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഹെപ്പാരിന്. പിന്നെ ഈസിനോഫിൽ ആണെങ്കിൽ പാരസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെ അലർജി റിയാക്ഷൻ ഒക്കെ വരുമ്പോൾ സഹായിക്കുന്ന ആളാണ് ഈസിനോഫില്. ന്യൂട്രോഫിൽ ഉണ്ട് എൻഗൾഫ് ആണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും ലാസ്റ്റ് രണ്ടാൾക്കാരുമാണ് ഫാഗോസൈറ്റോസിസിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. എൻഗൾഫ് ചെയ്ത് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, എൻഗൾഫ് ചെയ്ത് ഫോറിൻ സബ്സ്റ്റൻസ് ബാക്ടീരിയനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ബെൻ എം. അതില് എന്നും എമ്മും ആണ് ഫാഗോസൈറ്റോസിസിലുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ആരാ ചോദിച്ചാൽ NM, ബെന്നിന്റെ NM. ന്യൂട്രോഫിലും മോണോസൈറ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മള് അത് ഇന്നേറ്റ് ആണ്. അക്വയേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത്, ജന്മശേഷം ഉണ്ടാവുന്നതാണ്. ജന്മശേഷം സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് ഓരോന്നിനും സ്പെസിഫിക് ആണ്. ഇപ്പൊ ഓരോ അസുഖത്തിനും സ്പെസിഫിക് എന്നുള്ള പറഞ്ഞ പോലെ ഓരോന്നും സ്പെസിഫിക് ആണ്. എക്സാമ്പിൾ വാക്സിനേഷൻ, ഓരോ അസുഖത്തിനും ഓരോ സ്പെസിഫിക് വാക്സിനേഷൻ എടുക്കുന്നില്ലേ, അതന്നെയാണ് അതിന് എക്സാമ്പിൾ. ഇത് ക്യാരി ചെയ്യുന്നത് T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റ് ആണ്. T ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോം ആൻഡ് മെച്യൂർ ഇൻ ബി ബോൺ മാരോ. ബോൺ മാരോയിൽ ഫോം ചെയ്ത് ബോൺ മാരോയിൽ മെച്യൂർ ആവുന്നു. ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആന്റിജൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള. T ലിംഫോസൈറ്റ് ആണെങ്കിൽ ബോൺ മാരോയിൽ ഇതായിട്ട് മെച്യൂർ ആവുന്നത് എവിടെയാണ്, തൈമസ് ഗ്ലാൻഡിൽ മെച്യൂർ ആവുന്ന ആൾക്കാരാണ്. ഇൻഫെക്റ്റഡ് സെൽസ്, ക്യാൻസർ സെൽസിനെ കണ്ടുപിടിച്ച് കൊല്ലുന്ന ആൾക്കാരാണ് T ലിംഫോസൈറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇനി ഓരോ സ്റ്റെപ്പുകളാണ്. ഫാഗോസൈറ്റോസിസ് പേര് തന്നെ ഉണ്ട്, വിഴുങ്ങുക, എൻഗൾഫ് ചെയ്യുക. ഈ പിക്ചർ നന്നായി നോക്കി വെച്ചോ, പിക്ചർ വരാൻ ചാൻസ് ഉണ്ട്. പിക്ചർ നന്നായിട്ട് നോക്കി വെക്കാം. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് പാത്തജൻസ്, നമ്മുടെ ശരീരത്തിൽ കയറുന്ന പാത്തജൻസിന് വിഴുങ്ങി ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഫാഗോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക തന്നെ. എൻഗൾഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുക. ബ്ലഡ് സെൽസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ഫാഗോസൈറ്റോസിസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതില് പാത്തജൻ, ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. പ്രോസസ് ഒക്കെ നോക്കി വെക്കുക. പ്രോസസ് ഏതാ ചോദിക്കും. പാത്തജൻ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ പാത്തജൻ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആ റിസപ്റ്റേഴ്സ് ഈ പാത്തജൻ സ്പെസിഫിക് ആണ് കേട്ടോ. അത് ഈ പാത്തജനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഈ പാത്തജനും നമ്മുടെ ശരീരത്തിലുള്ള ലൈസോസോമും പാത്തജനും കൂടി ചേർന്ന് ഫാഗോസോമായിട്ട് മാറും. ഓക്കെ, പാത്തജൻ പ്ലസ് ലൈസോസോം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും, ഫാഗോസോമായിട്ട് മാറും. ഈ ഫാഗോസോം പിന്നെ ഫാഗോലൈസോസോമായിട്ട് മാറും. ഓക്കെ, ഫാഗോലൈസോസോമായിട്ട് മാറും കൂടി ചേർന്നിട്ട്. എന്നിട്ട് ആ ലൈസോസോം അതിലുള്ള പാത്തജനൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് എക്സോസൈറ്റോസിസ് നടക്കും, പുറത്തേക്ക് കളയും. ഈ പ്രോസസ്സ് നമ്മൾ എക്സോസൈറ്റോസിസ് എന്നാ പറയാ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എക്സോസൈറ്റോസിസ് വഴി പുറത്തുള്ള അത്രയുള്ള ഫാഗോസൈറ്റ്. നമ്മുടെ ശരീരത്തിൽ എന്ത് ജന്തു വന്നാലും പാത്തജൻ വന്നാലും അതിനെ നമ്മളെ ശരീരത്തിൽ ലൈസോസോം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് കൊന്നിട്ട് പുറത്ത് കളയും. ഓക്കെ, അതാണ് ഫാഗോസൈറ്റോസിസ്, വിഴുങ്ങി നശിപ്പിക്കാം. പിന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ട്. നമ്മളെ കയ്യിലൊരു മുറിയായെന്ന് വിചാരിക്കുക. മുറിയായി അവിടെ എന്ത് സംഭവിക്കും, വീക്കം സംഭവിക്കും, ഇൻഫ്ലമേഷൻ സംഭവിക്കും. ആ ഇൻഫ്ലമേഷന് കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിയായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, സിഗ്നൽസ് വരും. പ്രോസസ് കറക്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്ഡ് ടു ദ ഇൻജേർഡ് ഓർ ബ്രൂസ്ഡ് ഏരിയ ടു ബ്രിങ് വൈറ്റ് ബ്ലഡ് സെൽസ് ടു ഫൈറ്റ് ആൻ ഇൻഫെക്ഷൻ. ബ്ലഡ് ഫ്ലോ കൂടാണ്. ഇൻജർ ചെയ്ത സെൽസ് റിലീസ് ചെയ്യുന്ന സാധനമാണ് ഹിസ്റ്റാമിൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ മുറിയായെന്ന് വിചാരിച്ചു.
ഇവിടെ മുറിയായപ്പോ ഇവിടെ ഇഞ്ചുറി ആയിട്ടുള്ള സെൽസ് നമ്മൾ ആംബുലൻസിന്റെ ഒക്കെ കഥ പറഞ്ഞിരുന്നു. എന്ത് ചെയ്തു? അലാറം ഇട്ടു. അത് ആ അലാറാണ് എന്ത്? ആ അലാമാണ് ഹിസ്റ്റാമിൻ. ഈ ഹിസ്റ്റാമിനും മറ്റു കെമിക്കൽസും ഒക്കെ അലാം വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ബ്ലഡ് വെസൽസ്, ആ ഭാഗത്ത് അവിടേക്കുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, അവിടെ വഴിയൊരുക്കും. ഡയലേറ്റ് ചെയ്ത് കഴിയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ വഴിയൊരുക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. അവിടെയുള്ള വഴിയൊരുക്കാണല്ലേ, അപ്പൊ വഴി കൂടുകയാണ്, അപ്പൊ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകുമ്പോൾ ബ്ലഡിന്റെ കൂടെ വരുന്ന ആളാണ് ആര്? വൈറ്റ് ബ്ലഡ് സെൽസ്. മോണോസൈറ്റും ന്യൂട്രോഫിൽസും ഒക്കെ സൈറ്റിക്ക് വരുന്നു, ഇഞ്ചോർഡ് ഏരിയക്ക് വരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവിടെ ഫാഗോസൈറ്റോസിസ് നടക്കും. ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് എൻട്രി ഒഴിവാക്കും, പാത്തജൻസിനെ എൻഗൾഫ് ചെയ്ത് കൊല്ലും. അതാണ് ഇൻഫ്ലമേഷൻ. ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഓർത്ത് വെക്കുക. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ ചോദിച്ചാൽ ഹിസ്റ്റാമിൻ എന്നുള്ള സാധനം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഫീവർ ഉണ്ട്. ഫീവർ എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ റൈസ് ആവുന്നതാണ് ഫീവർ. നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ പൈറോജൻസ്, മറ്റൊരു ഹിസ്റ്റാമിൻ ആയിരുന്നു, ഇവിടെ പൈറോജൻസ് ആണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുക? സെക്രീറ്റ് ചെയ്യുക. ബോഡി സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് പൈറോജൻ സെക്രീറ്റ് ചെയ്യുന്നു. പൈറോജൻ ബ്രെയിനിനെ ട്രിഗർ ചെയ്യും. പൈറോജൻ ബ്രെയിനിനോട് ടെമ്പറേച്ചർ കൂട്ടിക്കോ, പാത്തോജൻസ് കൂടുതലാണെന്ന് പറയും. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാഗോസൈറ്റോസിന്റെ റേറ്റ് കൂടും. നോർമൽ റേറ്റിനേക്കാൾ ഫാഗോസൈറ്റോസിന്റെ റേറ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പൊ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന? ഫാഗോസൈറ്റോസിസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇവിടെ പൈറോജൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മറക്കാതിരിക്കുക. ഓക്കെ, ഫീവറിൽ പൈറോജൻ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതാണ് ഫീവർ. ഓക്കെ, അപ്പൊ അവൻ പഠിച്ചിട്ടോ. നെക്സ്റ്റ് വൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് ക്ലോട്ട് ആവണം എന്താണ്? ബ്ലഡ് ഫ്ലോ, ബ്ലഡ് ഓവറായിട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു ഹോള് വഴി പാത്തോജൻസിന്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് ക്ലോട്ടിൽ സംഭവിക്കുന്ന ചെറിയൊരു പ്രോസസ് ആണ് ഇവിടെ. ഇഞ്ചുറി സംഭവിച്ചു. ഒന്നാമത്തത് അല്ലെ, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ് ടിഷ്യൂസ് പ്രൊഡ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ. അടുത്താണ് അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സും ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ പണി എന്താ വെച്ചാല് നമ്മളെ ബ്ലഡിൽ ഓൾറെഡി ഉള്ള പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ഇതൊരു ഇന്നാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ആരെങ്കിലും വന്ന് വിളിച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്ന ആളാണ് ആര്? ഈ പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിന്റെ കൂട്ടുകാരനാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഇവൻ വന്ന് വിളിച്ചാലേ പ്രോത്രോംബിൻ വരൂ. അപ്പൊ ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിൻ എന്തായിട്ട് മാറ്റും? ത്രോംബിനായിട്ട് മാറ്റും. ഇത് അതിലേറെ വലിയ ആനമടിയനാണ്. ഈ ത്രോംബിൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളാണ് ഫൈബ്രിനോജൻ. ഇവനാണ് ആനമടിയൻ. ഇവന്റെ കൂട്ടുകാരനാണ് ആര്? ത്രോംബിൻ. അതായത് ഈ ത്രോംബിൻ ഈ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഓക്കെ, ഫൈബ്രിനോജനെ ത്രോംബിൻ ഫൈബ്രിനാക്കി മാറ്റും. അതാണ് അവിടെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, ഈസിയാണ്, പഠിക്കാനും ഈസിയാണ്. ഈ ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫൈബറുമായിട്ട് ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാം. ബ്ലഡ് ക്ലോട്ട് ഉണ്ടായ സ്ഥലത്ത് ഇതാണ് ബ്ലഡ് ക്ലോട്ട് ആ മുറി എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഫൈബ്രിൻ നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഇങ്ങനെ നെറ്റായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായി? പിന്നെ അത് അടഞ്ഞു. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാപ്സ് റെഡ് ബ്ലഡ് സെൽസ് ഫോമിങ് ബ്ലഡ് ക്ലോട്ട്. ഇവിടെ റെഡ് ബ്ലഡ് സെൽസ് ട്രാപ്പ് ആവുന്നു. അങ്ങനെ അതൊരു ബ്ലഡ് ക്ലോട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, ദിസ് ക്ലോട്ട് പ്രിവെന്റ് ഫർദർ ബ്ലഡ് ലോസ് അണ്ടിൽ ദ വൂണ്ട് ഈസ് ഹീൽഡ്. പിന്നെ മുറി ഉണങ്ങുന്ന വരെ ഈ ക്ലോട്ട് ബ്ലഡ് ലോസ് തടയും. ആ ബ്ലഡിനെ അതിനെയാണ് നിങ്ങൾ ഈ പിച്ച് ചെയ്ത് കളയുന്നത്. അത്രയും കാലം നിങ്ങളെ ബോഡി വർക്ക് ചെയ്യുന്നതിന് നമ്മൾ മുറി ഇങ്ങനെ കളയുമല്ലോ, പറിച്ച് കളയുന്നില്ലേ? അതെന്താണ്? അത് ഈ ഫോം ചെയ്ത ബ്ലഡ് ക്ലോട്ട്. അപ്പോഴാണ് പിന്നെ ബ്ലഡ് വരാം. ഓക്കെ, ഇഫ് ദ വൂണ്ട് ഈസ് ഹീൽഡ് വിത്ത് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, സാധാ മുറിയാണെന്നുണ്ടെങ്കിൽ സാധാ ടിഷ്യൂസ് ഹീൽ ചെയ്താൽ അവിടെ പാടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ പാടുകൾ ഉണ്ടാവും. അതെന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ്. ചില വലിയ മുറിയൊക്കെ വന്ന നോർമൽ ടിഷ്യൂസിന് അതിനെ ഹീൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ട് ആ മുറിനെ ഹീൽ ചെയ്യും, ഉണക്കും. അങ്ങനെ കണക്റ്റീവ് ടിഷ്യൂസ് മുറി ഉണക്കിയാൽ നമുക്ക് അവിടെ എന്ത് വരും? സ്കാർ വരും. ഒരു പാട് വരാൻ കാരണം കണക്റ്റീവ് ടിഷ്യൂസ് ഹീൽ ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് വാക്സിൻസ്. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടുക. ഒരു അസുഖം വരുമെന്ന് നേരത്തെ കണ്ടിട്ട് നമ്മൾ വാക്സിൻ അടിക്കും അല്ലെ. ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ഇമ്മ്യൂൺ സെൽസ് ഇൻ അഡ്വാൻസ് എക്സ്പെക്ടിങ് ദ അറ്റാക്ക് ഓഫ് പാത്തജൻസ്. ഇവിടെ എന്താണ്? ഒരു വാക്സിനേഷന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്? നമ്മുടെ ഏതാണോ അസുഖം, ആ അസുഖകാരിനെ വീര്യം കുറച്ചിട്ട് നമ്മൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അപ്പൊ ചെറിയ അളവിൽ കയറ്റുമ്പോൾ നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നു? നമുക്ക് വലിയ അസുഖമായിട്ട് വരില്ല. നമ്മളെ ബോഡി അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇവൻ ശരിയല്ല, ഇവന്റെ കുറെ ആൾക്കാർ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇവൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫ്. നമ്മളോട് പറയണ ഒരു 10 ദിവസം കഴിഞ്ഞ ഒരു എർത്ത് വരും, അല്ലെങ്കിൽ ഫ്ലഡ് വരും എന്ന് പറയാണെന്ന് വിചാരിച്ചോ, വെള്ളപ്പൊക്കം വരും എന്ന് പറയാണ്, നമ്മൾ പ്രിപ്പയർ ആയിരിക്കും. അതേപോലെ നമ്മളെ ബോഡി എന്ത് ചെയ്യും? വരാൻ സാധ്യത ഉണ്ടെന്ന് ഓൾറെഡി സിഗ്നൽ കിട്ടി. വാക്സിൻ അടിച്ചപ്പോ ചെറിയ അളവിലാണ് വന്നത്, അതിന് അഗേൻസ്റ്റ് ആയിട്ട് പട്ടാളക്കാരെ നിർത്തിവെക്കും, ആന്റിബോഡീസ് ഉണ്ടാക്കി വെക്കും. അങ്ങനെയാണ് വാക്സിൻ വർക്ക് ആവുന്നത്. ഓക്കെ, നമ്മള്
പാത്തജനെ ചെറിയ അളവിൽ കയറ്റുന്നു. അപ്പൊ പാത്തജൻ നമ്മളെ ബോഡി റെക്കഗ്നൈസ് ചെയ്ത് അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസിനെ പ്രിപ്പയർ ചെയ്ത് വെക്കും, ഭാവിയിൽ ഒരു വലിയ അറ്റാക്ക് വരികയാണെങ്കിൽ തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. വാക്സിൻ കണ്ടുപിടിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ. അയാൾ നമ്മൾ ഫാദർ ഓഫ് വാക്സിനേഷൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ആക്ഷൻ മെക്കാനിസം എപ്പൊ പറഞ്ഞു തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. വാക്സിൻസ് ആക്ട് ആസ് ആന്റിജൻസ് ഇൻ അവർ ബോഡി. വാക്സിൻ ഒരു ആന്റിജൻ ആണ്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ പാത്തജൻ ആയിട്ട് കയറും. ഇറ്റ് സ്റ്റിമുലേറ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ് അഗേൻസ്റ്റ് ദ പാത്തജൻ. ദീസ് ആന്റിബോഡീസ് റിമെയിൻ ഇൻ ദ ബോഡി ആൻഡ് പ്രൊവൈഡ് ലോങ് ടേം പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ദ ഡിസീസ്. ഓക്കെ ആണല്ലോ. അതിൽ ഒരുപാട് വാക്സിൻ ഉണ്ട്. MMR, മീസൽസ്, മംസ്, റുബെല്ലേന്റെ ആണ്. അത് കണ്ടെയ്ൻസ് ന്യൂട്രലൈസ്ഡ്, ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള പാത്തജൻ ആണ് അതിലുള്ളത്. OPV ഉണ്ട്. OPV പറഞ്ഞ ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഓറൽ പോളിയോ വാക്സിൻ അഥവാ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാലും മതി. അതിൽ പോളിയോന്റെ തന്നെ ഡെഡ് പാത്തജൻ ആണുള്ളത്. HPV ഉണ്ട്, സെർവിക്കൽ ക്യാൻസറിലുള്ളത്. അതും പാത്തജന്റെ ഒരു ഭാഗമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിന്റെ ഫുൾ ഫോം. COVID-19 വാക്സിൻ ആണെങ്കിൽ കണ്ടെയ്ൻസ് പാർട്സ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തജൻ. നമ്മളൊക്കെ കാണിച്ച കോവിഡിൽ mRNA ആണ്. കോവിഡിന്റെ ഒരു mRNA എടുത്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. RNAന്റെ ഒരു ഭാഗമാണ്. COVID-19 ഡിസീസിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഓക്കെ, വാക്സിൻസ് ആകാത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പകരുന്ന അസുഖങ്ങൾ, പകരാത്ത അസുഖം. പകരുന്ന അസുഖങ്ങളാണ് പല ടൈപ്പ് ഉണ്ട്. ബാക്ടീരിയ കോസ് ചെയ്തിട്ടുണ്ട്, വൈറസ് കോസ് ചെയ്തിട്ടുണ്ട്, ഫംഗസ് കോസ് ചെയ്യുന്നുണ്ട്, വേംസ് കോസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടോസോവൻസ് കോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 5 നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ബാക്ടീരിയ കോസ് ചെയ്യുന്ന 2 അസുഖങ്ങളാണ്. ഒന്ന് ട്യൂബർകുലോസിസും 2 റാറ്റ് ഫീവറും. ഇതിന്റെയൊക്കെ പാത്തജന്റെ പേര് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന പാത്തജന്റെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. റാറ്റ് ഫീവർ ആണെങ്കിൽ ലെപ്റ്റോസ്പൈറ. ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. അത് പകര ഈ ആള് ചുമയ്ക്കുമ്പോൾ അതിന്റെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ബ്രീത്ത് ചെയ്യുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെയാണ്. ലങ്സിനെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുക. പക്ഷെ വല്ലാണ്ട് പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ കിഡ്നി, ബോണ്, ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ചുമ, മോർ ദാൻ 2 ആഴ്ചയിൽ കൂടുതൽ ചുമ, ഫീവർ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, വെയിറ്റ് ലോസ്, ഫെറ്റിഗ്, സംടൈംസ് ബ്ലഡ് മേ ബി സീൻ ഇൻ സ്പ്യൂട്ട, കഫത്തിലൊക്കെ ബ്ലഡ് ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. അതിന് ട്രീറ്റ്മെന്റ് സിമ്പിൾ ആണ്, BCG വാക്സിനേഷൻ. ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ ബാക്ടീരിയക്ക് അഗേൻസ്റ്റ് ചെയ്തുകൊണ്ട് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. ഇതൊക്കെ ഇതേപോലെ പഠിക്കുക, ഒന്നും ഒഴിവാക്കാനില്ല, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ലെപ്റ്റോസ്പൈർ അഥവാ റാറ്റ് ഫീവർ ആണ്. റാറ്റ് ഫീവർ എങ്ങനെ പകരുക? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൂണ്ടുണ്ട്, മുറിവുണ്ട്, ഓപ്പൺ വൂണ്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മള് എലി മൂത്രം ഒഴിച്ച വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കോണ്ടാക്ട് വന്നാൽ ആ വൂണ്ട് വഴി ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറും. കിഡ്നി, ലിവർ, ലങ്സിനെ അഫക്ട് ചെയ്യുന്നു. സഡൻ ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഓഫ് ഐ, വോമിറ്റിംഗ് ഒക്കെയാണ് സിംറ്റം. പ്രിവെന്റീവ് മെഡിസിൻസ് യൂസ് ചെയ്യാം. പിന്നെ ആന്റിബയോട്ടിക്കിന്റെ ട്രീറ്റ്മെന്റ്, അതൊക്കെയാണ് എന്തുള്ളത്, ബാക്ടീരിയ കോസ് ചെയ്ത 2 അസുഖങ്ങള്, ട്യൂബർകുലോസിസും ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ. വൈറസ് കോസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് HIV, എയ്ഡ്സ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് പാത്തോജൻ ആയിട്ടുള്ളത്. T ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ഈ HIV അഫക്ട് ചെയ്യുക. അതിന്റെ സിംറ്റംസ് പറയുന്നത് വൈറൽ ഡിസീസ് ആയിട്ട് സിംറ്റംസ് ആണ്. ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, ക്യാൻസർ ഒക്കെ ആയിട്ട് മാറാൻ ഭാവിയിൽ സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. നമുക്കറിയാം, സെക്ഷൽ കോണ്ടാക്ട് വഴി, ഇൻഫെക്റ്റഡ് സിറിഞ്ച് നീഡില്, ബ്ലഡ്, ഓർഗൻ ട്രാൻസ്ഫ്യൂഷൻ വഴിയൊക്കെയാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോ മെഡിസിൻ ആണ്. ഈ അടുത്ത് മെഡിസിൻ ഒന്നുമില്ല. നമ്മള് അസുഖം വന്ന ആളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആർട്ട് എന്ന് പറയും, ആന്റി റിട്രോവൈറൽ തെറപ്പി എന്ന് പറയും. അപ്പൊ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യൂർ ആവില്ല. കാലാകാലം നമ്മളെ അസുഖം കൊണ്ട് നടക്കേണ്ടി വരും. എയ്ഡ്സ് ആണ് വൈറൽ ഡിസീസ്. നമുക്കാകെ എയ്ഡ്സ് ഉള്ളൂ. എയ്ഡ്സിന്റെ ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് കേട്ടോ. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പിന്നെ വൈറസ് ഇതാക്കുന്ന മറ്റൊരു അസുഖമാണ് നിപ്പ. നമുക്കറിയാം നിപ്പന്റെ സിംറ്റംസ് ഫീവർ, ഹെഡ് ഏക്ക്. നമുക്ക് ഓൾറെഡി നമ്മൾ ഗോ ത്രൂ ചെയ്തതായതുകൊണ്ട് നമുക്ക് അറിയണൊക്കെ പറയാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാറ്റ്സ് അല്ലെങ്കിൽ ആനിമൽസ്, അവരുടെ സലൈവയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ഫ്രൂട്ട്സിലൊക്കെ ആയി അത് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ നമുക്ക് അസുഖം കിട്ടുന്നു. ഫംഗസ് ഉണ്ടാക്കുന്ന 2 അസുഖമാണ്, റിംഗ് വോമും കാൻഡിഡയാസിസും. റിംഗ് വോം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട്, വട്ടച്ചൊറിയല്ലേ കോണ്ടാക്ട് ആയിട്ടുള്ളത്, കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റ് ഒക്കെ തൊട്ടാലൊക്കെ കിട്ടും. ഇപ്പോൾ റിംഗ് വോം ഉള്ള ഒരാള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ തൊട്ടാൽ നമുക്ക് ഉണ്ടാവും. സർക്കുലർ റെഡിഷ് റാഷസ് ആണ്. ചിത്രം നോക്കി വെക്കാം. കാൻഡിഡയാസിസ് ഡയറക്റ്റ് കോണ്ടാക്ട്, സെക്ഷൽ കോണ്ടാക്ട് ഒക്കെ വഴി, ക്ലോത്ത് ഷെയർ ചെയ്യുന്ന വഴിയൊക്കെ ഉണ്ടാവും. വൈറ്റ് പാച്ച്, ചിത്രം ഓർത്ത് വെക്കുക. വൈറ്റ് പാച്ചസിന്റെ മൗത്തും ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ സിംറ്റംസ്. പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ്
മലേറിയ ഉണ്ട്, മലേറിയ പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന അസുഖമാണ്. മലേറിയന്റെ പാത്തജനാണ് പ്ലാസ്മോഡിയം. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴി അസുഖം പകരാം. ഇത് നമ്മൾ ശരീരത്തിൽ എത്തിയിട്ട് RBC കൗണ്ട് കുറയാന്ന് കേട്ടിട്ടില്ലേ, മറ്റേ മലേറിയ വരുമ്പോ അത് നമ്മൾ RBCനെ റെഡ് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുക. സിംറ്റം നമ്മൾ എല്ലാം സിംറ്റം ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഫീവർ, ചിൽസ്, ഷിവറിങ്, ഹെഡേക്ക്, വോമിറ്റിങ്. പിന്നെ ആന്റി മലേറിയൽ മെഡിസിൻ ഉണ്ട്. അതാണ് പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഒരു അസുഖം നമുക്ക് പഠിക്കാനുള്ളത്. വേംസ് കോസ് ചെയ്യുന്നതാണെങ്കിൽ ഫിലാരിയാസിസ് അറിയും, മന്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത്, അത് പാത്തജൻ എന്ന് പറയുന്ന ഫിലാരിയൽ വേം ആണ്. ഈ ഫിലാരിയൽ വേം എന്ത് ചെയ്യും, ആരുടെ ശരീരത്തിലുണ്ടാവുക, ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. മറ്റേത് അനോഫിലസ് ആയിരുന്നു, ഇത് ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോയാണ്. ഈ മൊസ്കിറ്റോന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. മൊസ്കിറ്റോ നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുക. ഇൻഫെക്ഷൻ വരുന്ന മൊസ്കിറ്റോ ബൈറ്റ് ദ ലാർവ ഓഫ് ദ വോംസ് എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. കടിക്കുന്നു, ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നു, അവിടെ കടന്ന് അത് വളരുന്നു, നമ്മുടെ ലിംഫാറ്റിക് വെസൽസിൽ എത്തുന്നു, അവിടെ സെറ്റിൽ ആവുന്നു. ലിംഫാറ്റിക് വെസൽസിൽ ഇവിടെ സെറ്റിൽ ആയ ലിംഫാറ്റിക് വെസൽ ബ്ലോക്ക് ആവുമ്പോഴാണ് ആ ലിംഫ് എല്ലാം കൂടെ അവിടെ നിറഞ്ഞ് നിൽക്കുന്നത്. സിംറ്റം എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ബോഡി പാർട്സ് നന്നായി സ്വെല്ലാവും. അപ്പൊ ഇതിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ എടുക്കാതെ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ എടുക്കാൻ നമുക്ക് വോം ആണല്ലോ, ഫിലാരിയൽ വോം ആണല്ലോ. അപ്പൊ അങ്ങനത്തെ വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് വോംസ് ഉണ്ടാക്കുന്ന അസുഖം. ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പകരാത്ത അസുഖം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ടെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്യാൻസർ ആണ്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ഉള്ളത് ഏത് അസുഖം ചോദിക്കുക. അപ്പൊ ക്യാൻസർ ആണ്. കോശങ്ങൾ കൺട്രോൾ ഇല്ലാതെ അങ്ങോട്ട് വളരുകയാണ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ കൺട്രോൾ ഇല്ലാതെ കോശങ്ങൾ വളരുന്നതാണ്. ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വഴിയും ലിംഫ് വഴി നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോകും. അങ്ങനെയാണ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ അല്ലെ, ഒക്കെ മാറി പല ടൈപ്പ് ക്യാൻസേഴ്സ് ഒക്കെ ആവുന്നത്. കണ്ടോ, when control mechanism of the cell division process fail, normal cells turns into cancer cells spread to other part of the body through blood and lymph. കാരണം പലതാവാം. ഒന്ന് ജനറ്റിക് ചേഞ്ച് ആയിരിക്കാം, ജനറ്റിക്കലി ഉണ്ടാവുന്നതായിരിക്കാം, എൻവയോൺമെന്റൽ ഫാക്ടറുകൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ, ലൈഫ് സ്റ്റൈല്, നമ്മളിപ്പോ നോൺ സ്റ്റിക് പാനിലുള്ള കുക്കിംഗ്, പിന്നെ എന്തെങ്കിലുമൊക്കെ റേഡിയേഷൻ ആയിട്ടുള്ള എക്സ്പോഷർ, അങ്ങനെ പലതും ആവാം കാരണം. ട്രീറ്റ്മെന്റ് പല ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്. സർജറി ചെയ്യാം, കീമോതെറാപ്പി ചെയ്യാം, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, ഏതെങ്കിലും ഒരു 3 പഠിക്കാം. അപ്പൊ റേഡിയേഷനും കീമോതെറാപ്പി, സർജറി നമ്മൾ കേൾക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാം. ഇനി ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ട്. ഇതും പ്രീവിയസ് ഇയറിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ്. ഓക്കെ, ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ്. അതിലൊന്നാണ് സിക്കിൾ സെൽ അനീമിയ. നമ്മുടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് സിക്കിൾ ഷേപ്പ്, അരിവാൾ ഷേപ്പിലായിട്ട് മാറും. അപ്പൊ സിക്കിൾ ഷേപ്പിലായിട്ട് മാറുമ്പോൾ ഒരു വലിയ ട്യൂബാണല്ലേ, ആ ട്യൂബിലൂടെ അരിവാൾ ഷേപ്പിലുള്ള ഒരു സാധനം പോയാൽ എന്താ സംഭവിക്കുക, അത് ട്യൂബിനെ തടയുമ്പോൾ ബ്ലഡ് ഫ്ലോ എന്തെയ്യുന്നു, ഡിസ്ട്രക്ട് ആവുന്നു. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയക്ക് കാരണം ഡിഫക്ട് ഇൻ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ വരിക. അത് അച്ഛനുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. റെഡ് ബ്ലഡ് സെൽസ് ബിക്കം സിക്കിൾ ഷേപ്പ്ഡ് ആണ്. അരിവാളിന്റെ ഷേപ്പ് ആവുന്നു. അരിവാൾ ഷേപ്പ് ആകുമ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, അതൊന്നുണ്ട്. പിന്നെ കാപ്പിലറീസിൽ സ്റ്റക്ക് ആവും, ബ്ലഡ് ഫ്ലോ നിൽക്കും. അങ്ങനെയുണ്ട്. ഓക്സിജൻ ക്യാരി കപ്പാസിറ്റിയും കുറയും, എനർജി ഒന്നും ഉണ്ടാവില്ല, എനർജി കുറയും അയാൾക്ക്. പിന്നെ അതേപോലെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഹീമോഫീലിയ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ചെറിയൊരു കട്ട് വന്നാൽ പോലും ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രോട്ടീൻസ്, അങ്ങനെ അതായത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള പ്രോട്ടീൻ അയാളുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുകയാണ് സംഭവിക്കുക. അപ്പൊ മുറിയായി കഴിഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ ആശുപത്രിയിൽ പോയിട്ട് ആ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചാലൊക്കെ മാറുള്ളൂ. ഇതും എന്താണ്, ജനറ്റിക് ഡിസീസ് ആണ്. ഡിഫക്ട് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ട പ്രോട്ടീൻ. നമ്മളിപ്പോ ഒരുപാട് ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിനൊക്കെ പറഞ്ഞില്ലേ, അവിടേക്ക് അവരുണ്ടാവാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈവൻ സ്മോൾ വൂണ്ട്സ് കോസ് എക്സസീവ് ബ്ലീഡിങ്. ചെറിയ വൂണ്ടാണെങ്കിൽ പോലും ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ. ഈ 2 അസുഖമാണ് ഹെറിഡിറ്ററി ഡിസീസിൽ പറയാനുള്ളത്. പിന്നെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി. ആയുർവേദയാണെന്നുണ്ടെങ്കിൽ ആയുർവേദയുടെ ഫാദർ ചരകയാണെന്നും, ഹോമിയോപ്പതിന്റെ ഫാദർ സാമുവൽ ഹാനൻസൺ, മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഹിപ്പോക്രൈറ്റസ്. എന്താണ് നമുക്ക് അറിയാലോ. അപ്പൊ ജസ്റ്റ് ആൾക്കാരെ പേര് പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അൺസയന്റിഫിക് ആൻഡ് എക്സസീവ് യൂസ് ഓഫ്
ആന്റിബയോട്ടിക്, അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് ചോദിക്കും. ആന്റിബയോട്ടിക് ഒരുപാട് യൂസ് ചെയ്താൽ സൈഡ് എഫക്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണ്, നമുക്ക് ഡയറിയ, വോമിറ്റിംഗ്, സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, അലർജി ഉണ്ടാവും, ലിവർ കിഡ്നിക്ക് ഡാമേജ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാ, ഡാമേജ് ഉണ്ടാവും, ബെനിഫിഷ്യൽ ബാക്ടീരിയക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, പിന്നെ റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസും ഉണ്ടാവും. ഇതൊക്കെ ഇതിന് എന്താണ്, ഇതിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയാസും ഒക്കെ ഈ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് വന്നു. ഇനി ഇത് എന്താ വെച്ചാൽ വലിയ ഡോസ് എടുക്കേണ്ടി വരും. അപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ നല്ല ഗട്ട് ബാക്ടീരിയ ഒക്കെ നശിച്ചും പോകും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കാലോ. പിന്നെ നമ്മളെ എക്യുപ്മെന്റ്സ് ഉണ്ട്, പല ടൈപ്പ് എക്യുപ്മെന്റ്സ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. സ്റ്റെറ്റോസ്കോപ്പ്, സ്ഫിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ ബിപി അപ്പാരറ്റസ്, പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, എൻഡോസ്കോപ്പ്, UV സ്കാനർ, അതൊക്കെ യൂസസ് എന്താണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ആന്റിജൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ ബ്ലഡില് റെഡ് ബ്ലഡ് സെൽസിൽ ഉണ്ടാവുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ആന്റിജൻ ആൻഡ് ബി ആന്റിജൻ പ്രസന്റ് ഓൺ സർഫസ് ഓഫ് RBC. നമ്മുടെ RBCന്റെ പുറത്ത് ഒന്നെങ്കിൽ എ ആന്റിജൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബി ആന്റിജൻ ഉണ്ടായിരിക്കും RBCന്റെ പുറത്ത്. അപ്പൊ ഈ ഏത് ആന്റിജൻ ആണ് നമുക്കുള്ളത് അതായിരിക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ പിന്നെ മാത്രമല്ല, മറ്റൊരു ആന്റിജൻ ഉണ്ട്, ഡി ആന്റിജൻ. ഡി ആന്റിജന്റെ മറ്റൊരു പേരാണ് RH ഫാക്ടർ. റീസസ് മങ്കി എന്ന് പറഞ്ഞ മങ്കീസിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഈ RH ഫാക്ടർ ഉള്ള ആൾക്കാരുടെ ബ്ലഡ് പോസിറ്റീവ് ആയിരിക്കും, ഇല്ലാത്ത ആൾക്കാരുടെ ബ്ലഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഏത് ആന്റിജൻ ആണ് ഉള്ളത് പ്ലസ് ഒരു ഡി ആന്റിജനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും, എ പോസിറ്റീവ് ആയിരിക്കും. അല്ല, ആ ഡി ആന്റിജൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും, എ നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അങ്ങനെ. ഇനി മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? തോന്നിയ ആൾക്കാർക്ക് കൊടുത്തൂടെ, അത് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കാം. എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അയാളുടെ ശരീരത്തിലുള്ള ആന്റിജൻ ഏതായിരിക്കും, എ ആയിരിക്കും. ആന്റിബോഡി ഏതായിരിക്കും, ബി ആയിരിക്കും. ആന്റിജൻ ഏതാണോ അതിനനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, RBCന്റെ പുറത്ത് ഏതാണ് ആന്റിജൻ അതാണ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള അയാളുടെ ആന്റിജൻ എ ആണ്, അയാളത് ബി അല്ല. ബി അയാളെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരത്തിലെ ആന്റിബോഡി എന്തായിരിക്കും, ബി ആയിരിക്കും. ഇനി ഒരാളെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെന്നുണ്ടെങ്കിൽ ആന്റിജൻ ഏതായിരിക്കും, ബി ആയിരിക്കും. ആന്റിബോഡി ഏതായിരിക്കും, എ ആയിരിക്കും. ഇനി ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെന്ന് വിചാരിക്കുക. ABക്കാരെ ആന്റിജൻ ഏതായിരിക്കും, AB ആയിരിക്കും. ആന്റിബോഡിയോ ഇല്ല. ABക്കാരുടെ പ്രത്യേകത, ഇവരുടെ ശരീരത്തിൽ എന്തില്ല, ആന്റിബോഡി ഇല്ല. ഇനി O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ശരീരത്തിൽ ആന്റിജൻ ഇല്ല. ആന്റിബോഡി ഏതാ ഉള്ളത്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ എ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാള് ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കാം, ഇയാളുടെ ശരീരത്തിലേക്ക് ഇപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ ആന്റിബോഡി ഈ എനെ തിരിച്ചറിയുകയും ഇവർ രണ്ടുപേരും തല്ലുകയും ചെയ്യും. ഇവിടെ എന്തിനാ 2 ഒരേ പോരെ. അപ്പൊ ഇവര് ഈ ബി ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിബോഡി എ ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവും. അതായത് കൊടുത്ത ആളുടെ ബ്ലഡ്, ഇപ്പൊ എനിക്ക് ഒരാളെ ബ്ലഡ് തരാണെങ്കിൽ ആ തന്ന ആളുടെ ബ്ലഡിനെ എന്റെ ശരീരത്തിലെ ആന്റിബോഡി അറ്റാക്ക് ചെയ്ത് ക്ലോട്ട് ചെയ്യും. പക്ഷെ എന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് ആ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഞാനാവും വടിയാവുക. ഓക്കെ, അതുകൊണ്ടാണ് ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതാണ് ഇവിടെ പറയുന്നത്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി AB ബ്ലഡ് ഗ്രൂപ്പ് വരെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നും പറയും, മറ്റൊരു നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നും പറയും. ഓക്കാരി യൂണിവേഴ്സൽ ഡോണറാണ്. കാരണം മറ്റൊരാളെ ബ്ലഡ് തരുമ്പോ അയാളുടെ ആന്റിജൻ ആണ്, തന്ന ആളുടെ ആന്റിജനും കൊടുത്ത ആളുടെ വാങ്ങിയ ആളുടെ ആന്റിബോഡിയാണ് അടി ഉണ്ടാവുക. ഇവിടെ O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല, അപ്പൊ അടി ഉണ്ടാക്കാൻ അവിടെ ആളില്ല. AB ബ്ലഡ് ഗ്രൂപ്പുകാർ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരടുത്ത് നോക്ക് വാങ്ങാം. അതിന്റെ അർത്ഥം എന്തായിരിക്കും, നമ്മുടെ ശരീരത്തില് ആന്റിബോഡിയാണ് മറ്റേ ആളുടെ ആന്റിജനെ ഇടിച്ച് പരിവാക്കുക. ABക്കാർക്ക് ആന്റിബോഡി ഇല്ല. ഓരൊക്കെ രക്ഷിക്കാൻ വേറെ ആരെങ്കിലും വരാന്നില്ല, മറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ആര് ബ്ലഡ് തന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇതൊന്നും പഠിച്ചു വെക്കാം. ഓക്കെ,
അതേ പറഞ്ഞാൽ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോയിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്, എന്തായാലും ഒന്ന് പോയി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വൈ ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു കൺസിഡർ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ്, ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻ ആൻ ആന്റിജൻ ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയൻസ് ബ്ലഡ്, the antibodies present in the recipient's plasma may act against it, leading to agglutination of the blood. Therefore, it is essential to consider blood groups in blood transfusion. Okay. കാര്യമായിട്ട് ഇത്രയാണ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. പിന്നെ ഇത് നമ്മുടെ ആനിമൽ ഡിസീസസും അതേപോലെ പ്ലാൻ ഡിസീസസും ജസ്റ്റ് ടെക്സ്റ്റിലുള്ള അതേ സാധനമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കാം. സിമ്പിൾ ആണ് ഇത്, നമുക്ക് ഇതിലും ഈസി ആയിട്ട് ഇനി പറയാനില്ല അല്ലെ, ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ 4 ഫുട്ട് ആൻഡ് മൗത്ത്, ആന്ത്രാക്സ്, മാസ്റ്റിറ്റിസ്, റാണിക്ക ഡിസീസ് ആണുള്ളതെന്ന് ഓർത്ത് വെക്കാം. മറ്റേത് വെൽത്ത് ഓഫ് ബ്രിഞ്ചാള്, ബ്ലൈറ്റ് ഡിസീസ്, ബഞ്ചി ടോപ്പ്, മൊസൈക് ഡിസീസ്, ബഡ് റോട്ട്, ക്വിക്ക് വെൽത്ത് ഓഫ് പെപ്പറും ഉണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇമ്മ്യൂണിറ്റി ഇൻ പ്ലാന്റ്സ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഇൻ പ്ലാന്റ്സിന് നമ്മൾ അതേപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെന്താണ് നല്ല റിജിഡ് സെൽ വോള്, റിജിഡ് എപ്പിഡെർമിസ്, വാക്സി കോട്ടിംഗ് ഓൺ ദ ലീവ്സ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായത് എല്ലേന്റെ പുറത്ത് വാക്സ് കോട്ടിംഗ് ഉണ്ട്, അത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൽ വോള് ഭയങ്കര റിജിഡ് ആണ്. നല്ല എപ്പിഡെർമിസ് ഉണ്ട്. ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ഉണ്ട് അവരുടെ ശരീരത്തില്. പിന്നെ അവരുടെ ശരീരത്തിലുള്ള എൻസൈംസ് ബ്രേക്ക് ഡൗൺ ദി സെൽ വാൾസ് ഓഫ് പാത്തജൻ. Cells in the infected area undergo autolysis to prevent the spread of the disease. ഓട്ടോളിസിസ് പറഞ്ഞാൽ ഒരു അസുഖം വന്നു, ആ ഒരു സെല്ലിനെ, ഇപ്പൊ ഈ ഭാഗത്തുള്ള സെല്ലിനെ അസുഖം എഫക്ട് ചെയ്തു, ആ സെല്ല് സ്വയം സൂയിസൈഡ് ചെയ്യും. ഓട്ടോളിസിസ് പറഞ്ഞാൽ സൂയിസൈഡ് ആണ്. ഞാൻ മരിക്കട്ടെ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടട്ടെ വെച്ചിട്ട്. അതൊരു പ്ലാന്റിന്റെ പ്രത്യേകതയാണ്. ഒരു പാർട്ട് അറ്റാക്ക് ആകുമ്പോൾ അത് മറ്റ് പാർട്ടിക്ക് സിഗ്നൽ കൊടുക്കും, വാർണിംഗ് സിഗ്നൽ കൊടുക്കും. പിന്നെ ഈ പാത്തജൻസ് ക്രോസ് ദ സെൽ വോൾ എൻ്റർ എ പോളിസാക്കറൈഡ് കോൾഡ് കാലോസ്. കാലോസ് പറഞ്ഞൊരു സാധനത്ത് പോയിട്ടാണ് ഈ പാത്തജൻസ് എങ്ങനെ എൻ്റർ ചെയ്ത ചാടുക, ഈ കാലസ് അവരുടെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ പ്ലാന്റ്സിലും ഉള്ളതാണ്. ഈ 3 പാർട്ടും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഭാഗമാണ് നമ്മളുടെ ഈ ചാപ്റ്റർ. ഞാൻ വീണ്ടും പറയണം, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ വീഡിയോ പോയി കാണുക. എന്നിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക, നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ഈസി ചാപ്റ്റർ ആണ്. അഗൈൻ നമുക്ക് 1 ഓഫ് ദി മേജർ അല്ലെങ്കിൽ കൂടുതൽ കോണ്ടന്റ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.